അങ്ങനെ അനീഷ വിയറ്റ്നാമിലേക്ക് പോവുകയാ. സോളോ ട്രിപ്പ്. വാവ്. ബില്ല് എത്രയായി? 500. ഇത്രയും കാശോ ബ്രോ? ചിലവായി പോകും ബ്രോ. ഈ കാശെല്ലാം ചിലവാകാതിരിക്കാനല്ലേ ബാങ്കിൽ നിന്ന് എടുത്തത്. പിന്നെ പണം സേവ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ എൻ്റെ അമ്മ നമ്പർ 1 ആണ്. ഞാൻ തീരുമാനിച്ചു പണം മുഴുവനും അമ്മയുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ. അങ്ങനെ കൂടുതൽ സേവിങ്സ് ചെയ്യാൻ കഴിയും. അത് അത്ര നല്ല ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രോ, ഞാൻ പറയുന്നത് കേൾക്ക്. അമ്മയുടെ കയ്യിലല്ലാതെ ഒരിടത്തും സേഫ് അല്ല. നിന്റെ മമ്മി ഈ ക്യാഷ് എങ്ങനെ സേഫ് ആക്കി വെക്കും? ലോക്കറിൽ. സേവിങ് പഴയ കാലത്തെ രീതിയാണ്. ഇപ്പൊ ഇതാണ് ക്യാച്ച്. നിന്റെ ക്യാഷ് മമ്മിയുടെ ലോക്കറിൽ സേഫ് ആയിരിക്കും, പക്ഷെ അതിന്റെ വാല്യൂ കൂടുന്നില്ല. നോക്ക്, നീ സ്കൂളിൽ പഠിക്കുമ്പോൾ 100 രൂപ സേവ് ചെയ്തു. പക്ഷെ ആ 100 രൂപയുടെ മൂല്യം ഇന്നും പണ്ടത്തെ പോലെ തന്നെയാണോ? എങ്ങനെയാകും? ഇൻഫ്ലേഷനും ഉണ്ടാവില്ലേ? എക്സാക്ട്ലി. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് കോഫി ബിൽ പെർ ഹെഡ് 100 രൂപയായിരുന്നു. എന്നാൽ ഇന്നതിന് 500 രൂപയായിരിക്കുന്നു. കാലം മാറുമ്പോൾ സാധനങ്ങളുടെ വിലയും സ്വാഭാവികമായും വർദ്ധിക്കുന്നു. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായി വരുന്നത്. സേവിങ്സ് ഒരു വിത്ത് സംരക്ഷിക്കുന്ന പോലെയാണ്, എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് ആ വിത്ത് ഒരു ഗാർഡനിൽ നടുന്നത് ഭാവിയിൽ ആ മരം ഒരേ സമയം ഫലവും തണലും നൽകും. അതെ ബ്രോ, നീ പറയുന്നത് നല്ലതാണ്. എങ്ങനെ? മ്യൂച്വൽ ഫണ്ട് നല്ലതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.